ഏദനിൽ നമുക്കറിയാവുന്ന പോലെ ഏദനിൽ വെച്ച് ദൈവത്തെ മുഖാമുഖമായി കാണുകയും സേവിക്കുകയും ചെയ്തു പോകുന്ന മനുഷ്യന് ആ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് പിശാചിനെ അനുസരിച്ചത് നിമിത്തമായിരുന്നു. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിച്ചെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അന്ന് സംഭവിച്ച ആ അനുസരണക്കേടോടുകൂടി തന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവഹിതത്തിൽ നിന്നും അകന്നകന്നു പോകുമായിരുന്നു. ഒരു ചെറിയ അനുസരണക്കേട് അത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ എന്നേക്കുമായി അകറ്റുന്ന നിലയിലുള്ള രീതിയിലുള്ള ഒരു അനുസരണക്കേട് തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും മടങ്ങി വരുവാനും ദൈവത്തോടുള്ള പഴയ ബന്ധം സ്ഥാപിക്കുവാനും മനുഷ്യന് ദൈവം വിവിധ സന്ദർഭങ്ങളിൽ അവസരം കൊടുത്തത് തിരുവചനത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ അവസരങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ അതെല്ലാം എത്തിക്കുന്നത് മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ചെയ്തെടുത്ത ആ വലിയ പാപ പരിഹാര യാഗത്തിലും തന്നെയായിരുന്നു. യേശു കർത്താവ് കാൽവറിയിൽ പ്രദർശിപ്പിച്ച ആ സമർപ്പണവും യാഗവും ദൈവവും മുമ്പാകെ വിശ്വസിച്ചടുത്തു വരുന്ന സകല മനുഷ്യരെയും പൂർണ്ണമായും നീതീകരിക്കാൻ തക്ക ശ്രേഷ്ഠമായതാണ്. നമ്മളതൊക്കെ പല പ്രാവശ്യവും ചിന്തിക്കുകയും നമ്മൾ ആ നിലയിൽ അതിനെയൊക്കെ പഠിക്കുകയും ചെയ്തതാണ്. ഇപ്രകാരം ഈ വലിയൊരു രക്ഷാപദ്ധതിയിലൂടെ ദൈവിക പ്രസാദം പ്രാപിക്കുവാൻ അവസരം ലഭിച്ചിരിക്കെ പിന്നെയും മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമാകുന്നത് കർത്താവ് തന്നെ അരുളി ചെയ്തത് ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഈ വാക്യങ്ങളും ഇതിന്റെ വിശദീകരണമൊക്കെ നമുക്കറിയാം. ഇവിടെ ദൈവത്തെക്കുറിച്ചും മനുഷ്യന് ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിരവധി സത്യങ്ങൾ, നിരവധി കാര്യങ്ങൾ യേശു കർത്താവ് ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ മുമ്പാകെ അല്ലെങ്കിൽ സർവ്വഭൂമിയിലും യേശു കർത്താവ് വെളിപ്പെടുത്തി. എന്നാൽ മനുഷ്യർ യേശുവിനെയോ യേശു വെളിപ്പെടുത്തിയ സത്യങ്ങളെയോ അല്ല സ്നേഹിച്ചത്. പകരം അവർ സ്നേഹിച്ചത് ഇവിടെ പറയുന്നത് പോലെ അന്ധകാരത്തെ ആയിരുന്നു, അല്ലെങ്കിൽ ഇരുളിനെ ആയിരുന്നു. ഇവിടെ ഇരുൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിഗൂഢത, അല്ലെങ്കിൽ വഞ്ചന, അല്ലെങ്കിൽ അജ്ഞാനം, അല്ലെങ്കിൽ അസത്യം, അല്ലെങ്കിൽ ദുഷ്ടത എന്നിങ്ങനെ നിലയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനെയാണ് ഇവിടെ ഇരുൾ എന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ ദൈവവും വചനവുമായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ പകർന്നു കിട്ടിയ അല്ലെങ്കിൽ കിട്ടുന്ന പ്രകാശം നമുക്കറിയാം. യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചം എന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ യേശു കർത്താവിലൂടെ പകർന്നു കിട്ടുന്ന ആ പ്രകാശം അതിനെ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ആ ഇരുളിന്റെ പ്രവൃത്തികളെ എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ കൂടി വരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുള്ളത്. അതായത് പലരും അഭിമാനം കൊള്ളുന്ന പല പാരമ്പര്യങ്ങളെക്കാളും അനുചാരങ്ങളെക്കാളും അതുപോലെ അങ്ങനെയുള്ള പല പ്രവൃത്തികളൊക്കെ നമുക്കറിയാം. അതിനേക്കാളൊക്കെ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന തിരുവചനം എന്താണ്, അതിലൊക്കെ പറയുന്നു എന്നുള്ളത് അതിൽ നാം അധികം ശ്രദ്ധ ചെലുത്തുകൊണ്ട് അല്ലെങ്കിൽ അധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നാം അതിലേക്ക് നമ്മളെ തന്നെ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരുന്നതിനെ തിരുവചനം അതിനെ എങ്ങനെ വിവേചിക്കുന്നു എന്നും നമ്മൾ പരിശോധിക്കാറുണ്ട്. ഈ നാളുകളിൽ അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അതൊക്കെ നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ടല്ലോ. ആത്മാവ് പറയുന്നു അല്ലെങ്കിൽ പ്രവചനം, ഇതിനെയൊക്കെ എങ്ങനെയാണ് തിരുവചന പ്രകാരം പരിശോധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വായിച്ച ആ വാക്യത്തിൽ അന്ധകാരം സൂചിപ്പിക്കുന്നത് നിഗൂഢത, വഞ്ചന, അജ്ഞാനം, അസത്യം, ദുഷ്ടത എന്നിവയാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് സൂചിപ്പിച്ചിരുന്നല്ലോ. നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് ദൈവത്തിൽ നിന്നും അകറ്റിയതുപോലെ ഇന്നും ദൈവത്തോട് അടുക്കാതിരിക്കുവാനും അടുത്തവരെ ദൈവത്തിൽ നിന്നും അകറ്റുവാനും അന്ധകാരത്തിന്റെ ഒരു വ്യാപാരം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ അടുത്ത് വന്നവരെ അകറ്റുവാനും ഇനി ആരെങ്കിലും അടുത്ത് വരാതിരിക്കുവാനും വേണ്ടി അങ്ങനെയുള്ള ഒരു വലിയ വ്യാപാരം അത് ഇന്നും ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലത്തിലും അതുണ്ടായിരുന്നു. അതിന്റെ പ്രവൃത്തികളെല്ലാം നിഗൂഢതകൾ നിറഞ്ഞതാണ്, വഞ്ചന നിറഞ്ഞതാണ്. അവയെല്ലാം സത്യത്തിന് വിരുദ്ധമായ ദുഷ്ടപ്രവർത്തികളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിരവധി മുന്നറിയിപ്പുകൾ യേശു കർത്താവും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരും തിരുവചനത്തിലൂടെ നമുക്ക്
നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നമ്മളത് എടുത്ത് വായിക്കുകയും നമ്മളത് പ്രസംഗിക്കുകയും നമ്മളത് കേൾക്കുകയും നമ്മൾ അതിൽ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കാൻ, ആ ഒരു കാര്യത്തിലേക്ക് അല്പം വിശദീകരിക്കാനായിട്ട് ദൈവകൃപയെ ഞാൻ ആശ്രയിക്കുകയാണ്. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു വാക്യം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണല്ലോ. ഇവിടെ യേശു കർത്താവ് വ്യക്തമാക്കുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നതാണ്. അങ്ങനെ സേവിക്കാൻ ശ്രമിക്കുന്നവർ ഒന്നുകിൽ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരാളെ വെറുക്കുകയും മറ്റേയാളെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനോട് അല്ലെങ്കിൽ മറ്റേയാളെ നിന്ദിക്കുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ തന്നെ ആ രണ്ട് യജമാന്മാർ ആരാണെന്നും കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ ആ യജമാന്മാർ ആരാണെന്ന് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല എന്നാണ് ആ വാക്യം നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, മാമോൻ അല്ലെങ്കിൽ പണത്തിനൊരു യജമാനത്വം ഉണ്ടെന്ന് നമുക്കറിയാം. അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ നമുക്ക്, അതായത് ആ പണത്തെ കൈവശം വെക്കുന്നവർക്കും ആ യജമാനത്വത്തിൽ നിന്ന് അല്പം ലഭിക്കുകയും അവർ പിന്നീട് പണത്തിന് വേണ്ടി, പണത്തിന് പകരക്കാരായി പലരെയും ഭരിക്കുന്നത് നമ്മുടെ ചുറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഇടയിൽ അതൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് പണമുള്ളവരുടെ യജമാനത്വം കൊണ്ട് തകർന്നു പോയ സഭകളെയും വ്യക്തികളെയും ഒക്കെ നമുക്ക് പരിചിതമാണ്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിൽ പലരും അതിന്റെ ദൂഷ്യഫലങ്ങളുടെ സാക്ഷികളുമാണ്. നമുക്ക് അത് അങ്ങനെയൊക്കെ ഓർക്കുമ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മൾ പറയും, ചിലരൊക്കെ പറയാറുണ്ട്, പണത്തിന് തങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ല, പണത്തിന് എന്നിൽ അല്ലെങ്കിൽ പണത്തിന് എന്നിൽ ഒരു സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് പുറമേ പറയുന്നവരിലും പണം അധികാരം നടത്തുന്ന, അല്ലെങ്കിൽ മാമോൻ അധികാരം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിലെ ഈ വാക്യങ്ങൾ പറയുന്നതിന് ചില വാക്യങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ പറയുന്നുണ്ട്, മുമ്പേ അല്ലെങ്കിൽ പുഴുവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ ശേഖരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് കർത്താവ് അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ അധ്യായത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതിന് പകരം കർത്താവ്, അല്ലെങ്കിൽ അതൊരു വിഡ്ഢിത്തരമാണ്, ഒരു നിക്ഷേപം. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതൊക്കെ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി വാർത്തകളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടല്ലോ ഈ ഇടയ്ക്കൊക്കെ. ചിലടത്ത് നിക്ഷേപിച്ചവരുടെ മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ള പറയുന്നത്, അവിടെ നിക്ഷേപിച്ചവരെയൊക്കെ മണ്ടന്മാരെന്ന് കളിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേരം കർത്താവ് ഈ ഭൂമിയിൽ പുഴുവും തുരുമ്പും പിടിക്കുന്ന ഈ, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന, കള്ളന്മാർ കൊത്തി തുറന്ന് മോഷിച്ചു കൊണ്ടുപോകുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം ശേഖരിക്കുന്നത് ഒരു മണ്ടത്തരമാണെന്ന് പറയുമ്പോൾ അതിന് പകരം കർത്താവ് പറഞ്ഞത് സ്വർഗത്തിൽ നിധി സ്വരൂപിക്കാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കാൻ വേണ്ടിയാണ് കർത്താവ് പറയുക. അതിനായി അവൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് കാരണം അതിന്, അല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കാൻ പറയാൻ കാരണം അത് എന്നേക്കും നിലനിൽക്കുന്ന ബുദ്ധിപരമായ ഒരു നിക്ഷേപമായതുകൊണ്ടാണ്. അവിടെ നിക്ഷേപിക്കുന്നത് നഷ്ടപ്പെടില്ല എന്നുള്ള ആ ഒരു പൂർണ്ണ ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുന്നതിനാലാണ് അവിടെ നിക്ഷേപിക്കുന്നത്. എന്നാൽ ആ നിലനിൽക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു വസ്തുവുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയമാണ്. നമ്മെ അല്ലെങ്കിൽ നമ്മെ ആ നിക്ഷേപത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കഴിക്കാൻ, അല്ലെങ്കിൽ ആ നിക്ഷേപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിനൊക്കെ നമ്മെ തടയുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ ഹൃദയമാണ്. കാരണം അവിടെ പറയുന്ന ആ വാക്യങ്ങളിലേക്കൂടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഭൂമിയിലെ നിക്ഷേപങ്ങളിലേക്കുള്ള നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം സ്വർഗീയ നിക്ഷേപങ്ങളിലേക്കുള്ള നമ്മുടെ ഇഷ്ടത്തെയും വാഞ്ചയെയും ദുർബലമാക്കുമെന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഹൃദയത്തിൽ തന്നെയാണ് ഈ രണ്ടാഗ്രഹവും. അതായത് ഈ ഭൂമിയിൽ നിക്ഷേപിക്കണമോ അതോ സ്വർഗത്തിൽ നിക്ഷേപിക്കണമോ എന്നുള്ള ചിന്ത വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ്. എന്നാൽ ഹൃദയത്തിലെ ചിന്ത എവിടെയാണ് ഉയർന്നു നിൽക്കുന്നത്, അവിടേക്ക് നമ്മുടെ നിക്ഷേപങ്ങൾ പോകുന്നു എന്നുള്ള കാര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നാം അതിനെ കൃത്യമായി വിവേചിക്കുകയും നമ്മുടെ ഹൃദയത്തിലെ ഇഷ്ടങ്ങളെ സ്വർഗത്തിലെ നിക്ഷേപങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യണം. അതൊരു പ്രബോധനമായിട്ട് എല്ലാവരും ഏറ്റെടുക്കട്ടെ. നാം ജഡത്തിലായിരിക്കുന്നതിനാൽ നമ്മുടെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഈ പുഴുവിനാലും തുരുമ്പിനാലും നശിപ്പിക്കപ്പെടുന്ന ഈ ഭൂമിയിലെ ന്യായം വിധിക്കപ്പെട്ട താൽക്കാലിക നിക്ഷേപങ്ങളിൽ കുരുങ്ങാൻ വളരെയധികം സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതെയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഒക്കെ മനുഷ്യരിൽ അല്ലെങ്കിൽ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക്
ഭൂമിയിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്നിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പാപവും ഇല്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യനെ വഞ്ചനയിൽ കൊടുക്കാൻ ചില നല്ല വാക്കുകൾ മതിയായിരുന്നു. നമുക്ക് ആ ചരിത്രം അറിയാതെ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് പിശാച് ഒരു പാമ്പിന്റെ രൂപത്തിൽ വന്ന് കുറെ നല്ല വാക്കുകൾ പറയുന്നത് നമ്മൾ ആരും തന്നെ അംഗീകരിക്കില്ല. നമുക്കറിയാം, കാരണം നമുക്കൊരു പാഠമുണ്ട്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത് പിശാചിന്റെ വാക്കുകൾ, പാമ്പിന്റെ വാക്കുകൾ. എന്നൊരു പാമ്പിന്റെ രൂപത്തിൽ പിശാച് വന്ന് പറയുന്നത് നമ്മൾ ആരും അതിനെ അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ അതിനെ അടുപ്പിക്കുക, അല്ലെങ്കിൽ അവൻ ആ രൂപത്തിൽ നമ്മുടെ അടുത്ത് ഏഴേലത്ത് പോലും നമ്മൾ അടുപ്പിക്കത്തില്ല, നമ്മൾ വിട്ടു നിർത്തുമായിരുന്നു. എന്നാൽ മനുഷ്യനായി ഒരുക്കി നിത്യരക്ഷയെ വ്യക്തമാക്കി കളവാൻ അവൻ പുതിയൊരു രൂപത്തിൽ വന്നതാണ് മാമോൻ എന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. പുതിയൊരു രൂപത്തിൽ, ആ പാമ്പിന്റെ രൂപത്തിലോ അവന്റെ ആ ഘോര രൂപത്തിലോ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വഞ്ചനയുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്നതാണ് മാമോൻ എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. അനേകർ ഇന്ന് ഈ പാമ്പിന് പകരം വെളിച്ചത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ലേബലിൽ ഹവ്വായെ പറഞ്ഞ് വഞ്ചിച്ചതുപോലെ അനേകരെ മാമോന്റെ അടിമകളാക്കി മാറ്റുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ ഈ കാലത്ത് ഒത്തിരി പേർ അതിനെ വിമർശിച്ചൊക്കെ വരുന്നുണ്ട്. നമുക്ക് മെസ്സേജുകൾ കാണാറുണ്ട്. ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. അതായത് കഴിഞ്ഞ ചില ദിവസങ്ങളൊക്കെ ബാംഗ്ലൂർ കേന്ദ്രമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ആ ദുരുപദേശങ്ങൾ അതെല്ലാം തന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അവിടെ തന്നെയാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പിശാച് തന്റെ തനി സ്വരൂപത്തിൽ വന്ന് ഞാൻ ഇപ്പോൾ നിന്നെ നശിപ്പിച്ച് നരകത്തിലേക്ക് അയക്കും എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, അവന്റെ അടുത്ത് പോകത്തില്ല, അവനെ തള്ളിക്കളയും. എന്നാൽ നിനക്ക് ഭൂമിയിലെ സകല ഐശ്വര്യവും സമ്പത്തും ലഭിക്കും, അനേകർക്ക് നീ യജമാനനാകും, ഐശ്വര്യമാകും, അതും കൂടാതെ ഞാൻ നിന്നെ നരകത്തിലേക്കും അയക്കും എന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞാൽ അനേകർ അവസാനം പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ വഞ്ചിക്കപ്പെടും. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലെ പല പ്രവചനങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളിലെ ആ ആഴം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യരാൽ അംഗീകാരം ലഭിക്കുന്ന പല ശുശ്രൂഷകളും ദൈവികമല്ല എന്നുള്ളത് അതിലെ ആശയങ്ങളെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ച് നാം തിരിച്ചറിയണം. അതിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നിരിക്കുന്നത്. ഭൂമിയിലെ സകല സമ്പത്തും ഐശ്വര്യവും നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത് അടുത്തു വന്ന സാത്താനോട് തന്നെ വിട്ടുപോകാൻ കൽപ്പിച്ച കർത്താവിന്റെ മാതൃക നാം ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തു നോക്കുക, സകല സമ്പത്തും കൊണ്ട് തന്നപ്പോൾ കർത്താവ് ആ ഒരു കാരണം കൊണ്ടല്ല, പക്ഷെ സകല സമ്പത്ത് കൊണ്ടല്ല അതിനെ വിട്ടുപോകാൻ അല്ലെങ്കിൽ അതിനെ മാറ്റിക്കളയുവാനൊക്കെ കർത്താവ് പറഞ്ഞ ആ കാര്യം, ആ അല്ലെങ്കിൽ ആ പിശാചിന്റെ പരീക്ഷകളൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലെ സകല സമ്പത്തിനേക്കാളും വിലയേറിയതായി കണ്ടത് കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെയാണ്. അതായത് ഈ ഭൂമിയിലുള്ള സകല സമ്പത്തിനേക്കാൾ ഇതിനെ നശിപ്പിക്കാൻ വിട്ടുകളയാണ്. എന്നാൽ നശിച്ചു പോകുന്നതിന് മുമ്പ്, ന്യായം വിധിച്ച് അല്ലെങ്കിൽ വിധിക്കപ്പെട്ട് നശിച്ച് അല്ലെങ്കിൽ അഗ്നി നരകത്തിന് അത് യോഗ്യമായി പോകുന്നതിന് മുമ്പ് ചിലരെ കർത്താവ് തന്നോട് ചേർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ വന്ന് വലിയ വില കൊടുത്തതൊക്കെ നമുക്ക് ഓരോരുത്തരും അല്ലെങ്കിൽ അത്രമാത്രം വിലയേറിയതായി നാം രക്ഷിക്കപ്പെട്ട് വരുന്ന, കർത്താവിനോട് അടുത്ത് വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന് അത്രമാത്രം വില കർത്താവ് കൽപ്പിക്കുന്നു, കാണുന്നു എന്നുള്ളത് വലിയ സന്തോഷം തന്ന ഒരു കാര്യമാണ്. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. വളരെ പണം അല്ലെങ്കിൽ വളരെ ചിലവഴിച്ച് വളരെ മനോഹരമായി പണി കഴിപ്പിച്ച ഒരു ഭവനത്തിൽ, ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയുകയാണ്, നിങ്ങൾ അത് കൂടുതൽ അതിന്റെ നിങ്ങളുടേതായ തലത്തിൽ ആത്മാവ് നിങ്ങൾക്ക് അത് വിവരിച്ചു തരട്ടെ. അങ്ങനെ ഉണ്ടായ ഒരു ഭവനത്തിൽ പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തത്തിൽ അതിലുള്ളവർ ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കിടക്കാനാണ്. അവർ പെട്ടെന്ന് ആഗ്രഹിക്കുന്നത് പുറത്തു കിടക്കാനാണ്. അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കെ ആ ഭവനത്തിലുണ്ടായിരുന്ന ചിലരെ കുറിച്ച് ഒരു വിവരവും അല്പസമയത്തേക്ക് കിട്ടാതിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന മാനസിക വിഷമം വിവരണാതീതമാണ്. നമുക്കത് ഊഹിക്കാൻ കഴിയും. അതായത് ആ ഒരു കുടുംബത്തിലുള്ള 2-3 പേരെ കാണാനില്ല, അല്ലെങ്കിൽ എല്ലാവരും പുറത്തു വന്നു, കുറെ പേര് പുറത്തു വന്നു, 1-2 പേരെ കാണാനില്ല, അവർക്ക് എന്ത് സംഭവിച്ചു, തീ ആളി കത്തുകയാണ്. അന്നേരം ആ ഉണ്ടാകുന്ന മാനസിക ആ വിഷമം അത് വിവരിക്കാൻ പ്രയാസമുള്ളതൊന്നു തന്നെയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞ് മരണത്തെ മുഖാമുഖമായി കണ്ടെടുത്തു നിന്ന് എല്ലാവരും ജീവനോടെ ശേഷിച്ചു എന്നറിയുമ്പോൾ അവർക്കും അത് കണ്ടു നിന്നവർക്കും ഉണ്ടാകുന്ന ഒരു ആശ്വാസവും നമുക്ക് ഊഹിക്കാൻ കഴിയും. അവരൊക്കെ അന്നേരം ആരും ചിന്തിക്കത്തില്ല ആ വിലയേറിയ ഭവനം നശിച്ചു പോയെന്നത്. കാരണം അതിനേക്കാളൊക്കെ വിലയേറിയത് അവരുടെ ജീവനാണ്, ആത്മാവിനെയാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റിലേക്ക് അവരെത്തി എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുണ്ടാകുന്ന സമാധാനവും ധൈര്യവുമാണ് ഈ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന
നശിച്ചു പോകുന്ന ഈ താൽക്കാലിക ഭൂമിയിൽ അതിൽ ഉള്ളതിനെ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ അതിനേക്കാൾ ഒക്കെ വിലയേറിയതാണ് നമുക്ക് ഉള്ള ആത്മാവിന്. പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2 പത്രോസ് 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും ജീവരക്ഷ പ്രാപിച്ചതിന്റെ പ്രാഗൽഭ്യത്തോടും ആശ്വാസത്തോടും കർത്താവിന്റെ നാളിനെ നോക്കി പാർത്ത് ജീവിക്കുവാനാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നോക്കി പാർത്ത് ജീവിക്കുന്നവരെ തീ പടർന്ന വീട്ടിൽ അല്ലെങ്കിൽ തീ പടർന്ന് പിടിച്ച ആ വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളാൻ പ്രേരിപ്പിക്കുന്ന ആ വഞ്ചനയെ നമ്മൾ വിവേചിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, അതിനെ നാം മനസ്സിലാക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെയാണോ അവിടെ തന്നെയാണ് നമ്മുടെ ഹൃദയവും ഇരിക്കുക എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കട്ടെ. ഈ വേദഭാഗത്ത് നമ്മൾ ആദ്യം വായിച്ച ആ കുറിവാക്യത്തിൽ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് വളരെ അസന്നിഗ്ധമായി തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രിയമുള്ളവരെ, യജമാനന്മാർ എന്ന് പറയുമ്പോൾ നമ്മെ അടിമകളാക്കുന്ന എന്തും നമ്മുടെ യജമാനനാണ്. അത് പലതും ആകാം. ഞാൻ അതിലേക്ക് വിശദീകരിക്കും, നമ്മുടെ സമയം വളരെ കുറവാണല്ലോ. നമുക്ക് 2 യജമാന്മാരെ സേവിക്കാൻ കഴിയില്ലെന്നുള്ള യേശുവിന്റെ മുന്നറിയിപ്പിൽ മാമോനെ അല്ലെങ്കിൽ പണത്തെ അല്ലെങ്കിൽ അതിനെ ദൈവത്തിനെതിരായ ഒരു യജമാനനാണെന്ന് കർത്താവ് വ്യക്തമാക്കുക. അത് ദൈവത്തിനെതിരായിട്ട് തന്നെയാണെന്നുള്ള കാര്യം നമുക്കവിടെ അത് തന്നെയാണ് കർത്താവ് വ്യക്തമാക്കുന്നത്. പണത്തെ അല്ലെങ്കിൽ ആ മാമോൻ എന്ന് പറയുന്നത് അത് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു യജമാനൻ. ദൈവത്തെ സേവിക്കുന്നവർ പോകുന്നു എങ്ങോട്ട്, ഏത് ദിശയിലേക്ക് പോകുന്നു, അതിനെതിർ ദിശയിലേക്ക് അത് പോകുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ഇവിടെ യേശു കർത്താവിനെ അനുഗമിക്കാനുള്ള ആഹ്വാനം മറ്റെല്ലാ യജമാനന്മാരെയും ഉപേക്ഷിക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. 2 യജമാനന്മാരെ സേവിക്കരുതെന്ന് പറഞ്ഞിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറയുമ്പോൾ മറ്റെല്ലാത്തിനെയും ഉപേക്ഷിക്കുവാൻ തന്നെയാണ്. നമ്മൾ യേശു കർത്താവിന്റെ ആ ഭൂമിയിലുള്ള ശുശ്രൂഷയെ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് കൂടെ കൂട്ടിയപ്പോൾ അവരുടെ സ്വന്തം സാഹചര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അവർ കർത്താവിനെ അനുഗമിച്ചത്. നമുക്കറിയാം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരൊക്കെ മുക്കുവന്മാരായിരുന്നു. അവർ തങ്ങളുടെ പടക് അങ്ങനെയുള്ള സകല യജമാനന്മാരെയും വിട്ടിട്ടാണ് കർത്താവിനെ അനുഗമിച്ചത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചുങ്കക്കാരനായ മത്തായി, അതുപോലെ പരീക്ഷനായ പൗലോസ്, പിൽക്കാലത്ത് കർത്താവ് വിളിച്ചു ചേർത്ത അല്ലെങ്കിൽ മിഷണറിയായ പൗലോസിനെ നമുക്കറിയാലോ, അപ്പോസ്തലനായ പൗലോസ്, ഇവരൊക്കെ കർത്താവിന്റെ വിളി കേട്ടു വന്നപ്പോൾ പഴയ സാഹചര്യങ്ങളെല്ലാം തന്നെ പുറകിൽ മാറ്റി നിർത്തിയിട്ടാണ് യേശുവിനെ അനുഗമിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ യേശുവിന്റെ വിളി അനുസരിക്കുക എന്നതിനർത്ഥം അതുവരെ അവരുടെ യജമാനന്മാരായി അവരെ ഭരിച്ചിരുന്ന എല്ലാത്തിനെയും അവർ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് യേശു കർത്താവ് ഉദ്ദേശിക്കുന്നത്. യേശു കർത്താവിനെ അറിയുവാനും സ്നേഹിക്കുവാനുമായിട്ടാണ് നമ്മളെ ഓരോരുത്തരും അല്ലെങ്കിൽ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നാം ഓർക്കണം. യേശു കർത്താവിനെ അറിയുവാൻ അത് നമുക്കൊരു ഭാഗ്യം ലഭിച്ചതാ. ഈ ഭൂമിയിൽ അനേകരുടെ മുമ്പാകെ അത് വെളിപ്പെട്ടിട്ടും അറിയാത്തതുപോലെ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാൻ കഴിയാത്ത നിലയിൽ അവരൊക്കെ മുന്നോട്ട് പോകുമ്പോൾ യേശു കർത്താവിനെ അറിയുവാനും സ്നേഹിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതിനായി നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, പണം പോലെയുള്ള മറ്റൊരു യജമാനെ നാം സേവിക്കുമ്പോൾ നാം സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശങ്ങളെയാണ് നാം തകർക്കുന്നത്. കർത്താവിനെ സേവിക്കുവാനും കർത്താവിന്റെ മകനായി തീരുവാനും ഒരു നിത്യജീവൻ പ്രാപിക്കുവാനുള്ള അങ്ങനെയുള്ള ആ ദൈവിക ഉദ്ദേശങ്ങളെയാണ് നാം മറ്റൊരു യജമാനനെ സേവിക്കുന്നതിലൂടെ നാം തകർത്ത് കളയുന്നത് എന്നുള്ളത് നാം അറിയട്ടെ. അതിലൂടെ ദൈവത്തിന്റെ ശരിയായ ആരാധനയെ നാം മറ്റൊരു യജമാനന് വേണ്ടി അല്ലെങ്കിൽ അപഹരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരാധനയും വഴിമാറി പോവുകയാണെന്ന് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ വാങ്ങി നമ്മുടെ മുൻ യജമാനനായ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അന്ന് ഇനി നമ്മൾ ആ പഴയ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ കാലത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അന്ന് യേശുവിനെ അനുഗമിച്ചവരിൽ പലരുടെയും ഭക്തി ഉപരി വിപ്ലവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് യേശു നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. സുവിശേഷങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. യേശു വാഗ്ദാനം ചെയ്തതിൽ ചിലത് അവർക്ക് വേണമായിരുന്നു, എല്ലാം ഒന്നും വേണ്ട, ചിലത് അവർക്ക് വേണമായിരുന്നു. പക്ഷെ അവർക്ക് ലോകപ്രകാരമുള്ള മറ്റു ചില കാര്യങ്ങൾക്ക് കൂടുതൽ അവർ കൂടുതൽ പ്രാധാന്യവും കൊടുത്തിരുന്നു. അതിനാൽ 2 യജമാനന്മാരെ സേവിക്കാൻ ആഗ്രഹിച്ച ഒരു വലിയ കൂട്ടം യേശുവിന്റെ അടുത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ മനോഭാവത്തോടെ അങ്ങനെ 2 യജമാനന്മാരാണ്. യേശുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതും വേണം, ലോകത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതും വേണം. അങ്ങനെ 2 മനോഭാവത്തോടെ തന്നെ സേവിക്കാനായി വന്ന ചിലരോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഒന്ന് ഓടിച്ചു വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 57 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തരോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറെ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു.
അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവർ യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളുന്നവനല്ല എന്ന് പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ വായിച്ചു മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. കാരണം യേശു ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ അതിൽ ഒരാളെ വെറുക്കുകയും മറ്റൊരാളെ സ്നേഹിക്കുകയും ചെയ്യും. അത് വളരെ സ്വാഭാവികമായതാണ്. ഇവിടെ എതിർക്കുന്ന യജമാനന്മാർ നമ്മളിൽ നിന്ന് വ്യത്യസ്ത കാര്യങ്ങൾ ആവശ്യപ്പെടുകയും നമ്മളെ വ്യത്യസ്ത പാതകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, കർത്താവ് നമ്മളെ ഒരു ദിശയിലേക്കും, അതായത് എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവങ്കിലേക്കും, നമ്മുടെ ജഡവും ലോകവും മറ്റൊരു ദിശയിലേക്കും, അതായത് ക്ഷണീകമായ ലോകമഹത്വത്തിലേക്ക് നയിക്കുന്നു എന്ന് കാണാം. ഇവിടെ വളരെ അർത്ഥപൂർണമായ ഒരു തിരഞ്ഞെടുപ്പ് നാം എല്ലാവരും നടത്തണം. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അതിനെ മനസ്സിലാക്കി വളരെ അർത്ഥമുള്ള അല്ലെങ്കിൽ ദൈവികത പ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പ് നാം നടത്തണം. കൂടാതെ നാം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വിശ്വസ്തതയും വിഭജിക്കപ്പെടുകയും ചെയ്യും. കാരണം അല്ലെങ്കിൽ വിപരീത ധ്രുവങ്ങളിലേക്കുള്ള രണ്ട് യജമാനന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വസ്തത പോലും അവിടെ വിഭജിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശിക്ഷണങ്ങൾ, നമുക്കറിയാം, ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുമ്പോൾ ആ വാക്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. കഷ്ടങ്ങൾ, പരീക്ഷണങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ക്രിസ്ത്യ ജീവിതത്തിന്റെ ശിക്ഷണങ്ങൾ ജഡീക സുഖത്തിന്റെ മോഹങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ സമ്പത്തിന്റെയും ലൗകിക വിജയത്തിന്റെയും കാന്തിക ശക്തി അല്ലെങ്കിൽ നമ്മെ ക്രിസ്തുയേശുവിൽ നിന്ന് അകറ്റുമെന്നുള്ള കാര്യവും നാം അറിയട്ടെ. ഈ കാലഘട്ടത്തിൽ ഞാൻ അതിലേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലുള്ള ഒത്തിരി പ്രസംഗങ്ങൾ, ഒത്തിരി പ്രവചനങ്ങളൊക്കെ ക്രിസ്തുയേശുവിന്റെ ആ ശിഷ്യത്വത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ട് ഈ ലോകത്തിന്റെ മോഹത്തിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുന്നതാണ്. ഒന്ന് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പൗലോസ് തിമോഥെയോസിനുള്ള ലേഖനത്തിൽ വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് തന്നെ വിട്ടുപോയി എന്നുള്ള കാര്യം. അത് വളരെ സങ്കടത്തോടെയാണ് അവൻ അത് അറിയിക്കുന്നത്. ആ കാര്യം നമുക്കറിയാമല്ലോ. അതുപോലെ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയ 1-2 വാക്യങ്ങളോട് ഞങ്ങളോട് ചേർത്ത് വായിക്കട്ടെ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതോ എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ വാക്യങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ പറയുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെ ഒന്ന് വിശദീകരിക്കുവാൻ, അതിന്റെ പിന്നിലെ വഞ്ചന മനസ്സിലാക്കുവാൻ ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ. 2 +2 വിദ്യാർത്ഥികൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചു. അവരുടെ മാതാപിതാക്കൾ ആദ്യം അതിനെക്കുറിച്ച് കാര്യമായി എടുത്തില്ല, അല്ലെങ്കിൽ കാര്യമായി അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. പിന്നീട് അവരുടെ +2 റിസൾട്ട് വന്നപ്പോൾ 2 പേർക്കും എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പെട്ടെന്ന് അവർ വേദപഠനത്തിന് പോവുകയാണെന്നുള്ള അവരുടെ തീരുമാനം എല്ലാവരെയും അറിയിച്ചു, എല്ലാവരോടും അത് പറഞ്ഞു. സ്വാഭാവികമായും അപ്പോഴാണ് അവരുടെ മാതാപിതാക്കൾ അലേർട്ടായത്, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള പ്രിയപ്പെട്ടവരൊക്കെ അലേർട്ടായി. വിവിധ രീതിയിൽ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, അവർ പറഞ്ഞു, കുറെ സെക്യുലർ വിദ്യാഭ്യാസം നേടിയ ശേഷം കർത്താവിന്റെ വേല ചെയ്യാം, അല്ലെങ്കിൽ കർത്താവിന്റെ അല്ലെങ്കിൽ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കേട്ടിട്ടുള്ളതാണല്ലോ. നാമും പലപ്പോഴും അങ്ങനെയൊക്കെ ഉപദേശിച്ചിട്ടുമുണ്ടല്ലോ. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിലൊരാൾ അവർ പറഞ്ഞതനുസരിച്ച് ഒരു സെക്യുലർ വിദ്യാഭ്യാസത്തിന് പോയി, മറ്റേയാൾ അപ്പോൾ തന്നെ വേദ പഠനത്തിനായി പോയി. ഞാനൊരു ഉദാഹരണം കഥ പോലെ പറയുകയാണ്. വർഷങ്ങൾക്ക് ശേഷം സെക്യുലർ വിദ്യാഭ്യാസത്തിന് പോയ ആ കുട്ടി പിന്നീട് ഒരു വലിയ ബൈബിൾ കോളേജിൽ ചേർന്ന് വേദപഠനം പൂർത്തീകരിച്ച് തുടർന്ന് വലിയ ഉന്നത ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കി അറിയപ്പെടുന്ന ഒരു വേദ അധ്യാപകനായി മാറി. എന്നാൽ +2 പാസ്സായ അന്ന് തന്നെ ബൈബിൾ കോളേജിൽ ചേർന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടി വിവിധ സ്ഥലങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്തു പോന്നു. ചില സ്ഥലങ്ങളിൽ ചിലർ രക്ഷിക്കപ്പെടും, ചിലയിടങ്ങളിൽ ആരും തന്നെ മുന്നോട്ട് പോകുന്നില്ല. ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. കുറെ വർഷങ്ങൾക്ക് ശേഷം അവർ 2 പേരും ഒരുമിച്ച് തങ്ങളുടെ മാതൃസഭയിൽ വന്നു. ആ മാതൃസഭയിൽ വന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച എന്നോ ആയിട്ട് ഒരു മീറ്റിങ്ങിന് കടന്നു വന്നു. അന്ന് ഏറ്റവും കൂടുതൽ അംഗീകാരവും ശ്രദ്ധയും സമയവും ആർക്ക് നൽകുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാം ആർക്കാണ് അല്ലെങ്കിൽ ഒരു ബൈബിൾ കോളേജിൽ അധ്യാപകനായി റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുഗ്രാമങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്കോ ആർക്കാണ് അവിടെ അംഗീകാരം ലഭിക്കുന്നത്? പ്രിയമുള്ളവരെ, അവിടെ ആ വചനം കേൾക്കാനിരിക്കുന്നവരും ആ വ്യക്തികൾക്ക് സമയം കൊടുക്കാൻ നൽകുന്ന അല്ലെങ്കിൽ സമയം കൊടുക്കുന്നവരും കൂടുതൽ പരിഗണന നൽകുന്നത് ആർക്കാകും എന്നൊക്കെ നമുക്കറിയാം.
കാരണം ഈ ലോകത്തിന്റെ മഹത്വം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതാപങ്ങളിലൂടെയാണ്. അവിടെയാണ് ജീവനത്തിന്റെ പ്രതാപം, കൺമോ ഇതൊക്കെ പോകുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ ആദ്യം മുതലേ, തീരുമാനത്തിന്റെ ആദ്യ നിമിഷം മുതലേ സകലതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഇതെല്ലാം എങ്ങനെ വിധിക്കപ്പെടുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാറുണ്ടോ? ഞാൻ ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കട്ടെ. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവഭക്തിയിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വിളി നമ്മുടെ പാപ പ്രകൃതിക്ക് എതിരാണെന്നുള്ള കാര്യം നാം അറിയണം. അവിടെ ജഡമോഹങ്ങൾക്ക് സ്ഥാനമില്ല. അങ്ങനെയുള്ള ഒരു ദൈവസന്നിധിയിൽ നിന്ന് നിഷ്കാസിതരാകുമെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ ഓർമ്മയിൽ അത് വെക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിൽ നാം മനസ്സിലാക്കിയതുപോലെ തെറ്റിക്കുന്ന ചിന്തകളും പ്രസംഗങ്ങളും നമ്മളെ ലോകമോഹങ്ങൾക്ക് അടിമയാക്കുന്നതാണെന്ന് തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. നമ്മളെ ഇന്ന് രാത്രി അത് അറിയിക്കുകയാണ്. ഒത്തിരി പ്രസംഗങ്ങളും പ്രവചനങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഒരു വ്യക്തിയുടെയും പേര് ഇന്ന് രാത്രി എടുത്ത് പറയുന്നില്ല. പക്ഷേ നാം അത് മനസ്സിലാക്കട്ടെ, അതെല്ലാം നമ്മെ അടിമയാക്കുന്നത് അല്ലെങ്കിൽ നമ്മെ ദൈവസന്നിധിയിൽ നിന്നുള്ള നമ്മുടെ സ്ഥാനങ്ങളൊക്കെ നശിപ്പിക്കുന്നതാണെന്നുള്ള ആ അറിവിലേക്ക് ഇന്ന് രാത്രി നമുക്ക് സ്റ്റെപ്പ് വെക്കട്ടെ. ഇന്ന് വലിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്രകാരമുള്ള വലിയ കൂട്ടത്തിലൊക്കെ ചേർന്ന് അതിൽ സന്തോഷിക്കുന്നവർ ഒരു നിത്യശിക്ഷാവധിക്കായി ഒരുക്കപ്പെടുകയാണെന്നുള്ളതും നാം അറിയണം, നാം അത് മനസ്സിലാക്കണം. അവിടെ കൂടി വരുന്നവരിൽ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ കൂടി വരുന്നവർ ഭൂരിപക്ഷം ആൾക്കാരും രക്ഷിക്കപ്പെട്ടവരോ നിത്യജീവന്റെ നിശ്ചയം പ്രാപിച്ചവരോ ഒന്നും അല്ല. ആ വലിയ കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ആഘോഷിക്കുന്നവർ, അങ്ങനെയുള്ളവരൊന്നും അല്ല. അവർക്ക് അനുയോജ്യമായ യജമാനന്മാരുടെ അടുക്കൽ സ്വയം എത്തിച്ചേർന്നതാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിനാൽ പുറമെ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരു ദൈവ പൈതൽ അതിനെയൊക്കെ ലൗകികമെന്നെണ്ണി അകറ്റി നിർത്തേണ്ടതാണ്. നമ്മളെ തന്റെ മുന്നറിവിൽ ക്രിസ്തുയേശു അല്ലെങ്കിൽ ദൈവം തന്റെ മുന്നറിവിൽ തിരഞ്ഞെടുത്ത് വിളിച്ചു ചേർത്ത് കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു കർത്താവിന്റെ കർത്തൃത്വത്തിൽ മുന്നോട്ട് പോകുവാൻ വിളിച്ചാക്കിയ നാം എല്ലാവരുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ ഇടയാകണമെന്നുള്ള ആ ഒരു കാര്യമാണ് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. അതിനായി തിരുവചനം ആത്മാവിൽ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. കാരണം ആത്മാവിൽ പഠിക്കണമെന്ന് പറയുന്നതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ഒരു യജമാനനിൽ, അതായത് ദൈവം മുമ്പാകെ അർപ്പിതരായിട്ട് നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ നമ്മുടെ ക്രിസ്തീയുതം പൂർത്തീകരിപ്പാൻ, ഭയത്തോടെ നമ്മുടെ ക്രിസ്തീയുതം പൂർത്തീകരിപ്പാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സകലത്തെയും വിവേചിപ്പാനുള്ള കൃപ പ്രാപിക്കുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശ്വാസമെന്നിൽ താൻ തന്നദീന ഭാഗ്യവാൻ ആശ്രയം യേശുവിൽ എന്നദീന ഭാഗ്യവാൻ ആശ്വാസമെന്നിൽ താൻ തന്നദീന ഭാഗ്യവാൻ തന്നുയിർത്തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ അവൻ തന്നുയിർത്തന്ന ജീവനാഥൻ